ആരാണ് ഈ അന്തിക്രിസ്തു? നിങ്ങൾ ഒരുപക്ഷേ AD 64 ജീവിച്ചിരുന്ന ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ അന്തിക്രിസ്തു ഈ ആളാണ് എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും വിചാരിച്ചേനെ. അതാണ് റോമൻ ചക്രവർത്തിയായ നീറോ. അവൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് ഭരിച്ചിരുന്നത്. അവൻ സ്വയം ഞാനൊരു ദൈവമാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്ത്യാനികളെ അവന് തീരെ ഇഷ്ടമല്ലായിരുന്നു. പറയാൻ അറയ്ക്കുന്ന രീതിയിലുള്ള ക്രൂരതകളാണ് അവൻ ക്രിസ്ത്യാനികളോട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്തിക്രിസ്തു നീറോ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചാനെ. ഇനി രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ ആണ് അന്തിക്രിസ്തു എന്ന് നിങ്ങൾ വിചാരിച്ചേനെ. ഇന്ന് പല ആളുകളും ഡൊണാൾഡ് ട്രംപ്, ഇലോൺ മസ്ക്, അങ്ങനെ ആ തരത്തിൽപ്പെട്ട പല ആളുകളാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അന്തിക്രിസ്തു ആരാണ് എന്ന് അതാത് കാലഘട്ടങ്ങളിൽ ആളുകൾ അവനായിരിക്കും, ഈ രാജാവായിരിക്കും എന്ന് ഊഹിക്കാറുണ്ട്. അപ്പോൾ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഇതിൽ ആരുടെ ഊഹമാണ് ശരി? Charismatic world leader. John Paul II Antichrist. The Antichrist. I think there's no stopping Elon Musk. With artificial intelligence, we are summoning the demon. If I ever decided to take on the world. I have taken over the world and I am the Antichrist. ശരി, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നേരത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ള ഈ ഊഹങ്ങളൊക്കെ മാറ്റിവെക്കുക. അന്തിക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മിക്കതും ബൈബിളിലെ വെറും 3 പുസ്തകങ്ങളിൽ മാത്രമാണ് ഉള്ളത്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകങ്ങൾ എഴുതിയ ആരും തന്നെ എതിർക്രിസ്തുവിനെ എതിർക്രിസ്തു എന്നോ അന്തിക്രിസ്തു എന്നോ പറയുന്നില്ല. പകരം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, ചെറിയ കൊമ്പ് എന്നൊക്കെയുള്ള പേരാണ് അവർ ഉപയോഗിക്കുന്നത്. എതിർക്രിസ്തു എന്ന വാക്ക് ബൈബിളിലുണ്ട്, പക്ഷെ വെറും 4 തവണ മാത്രമേ പറയുന്നുള്ളൂ. അതും ആ കാലത്ത് ക്രിസ്തുവിനെ എതിർത്തിരുന്ന പല ആളുകളെയും ഉദ്ദേശിച്ചാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ചില ബൈബിൾ പണ്ഡിതന്മാർ അവനെ വരാനിരിക്കുന്ന ലോക ഭരണാധികാരി എന്നതുപോലുള്ള ഒരു പൊതുവായ പേര് വിളിക്കണം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ അവനെ അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർക്രിസ്തു എന്ന് തന്നെ വിളിക്കാം, കാരണം അതാണ് എളുപ്പം. ഈ വീഡിയോയിൽ അന്തിക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പറയുന്ന 3 പ്രധാനപ്പെട്ട വിവരണങ്ങളെ നമുക്ക് നോക്കാം. എന്നിട്ട് ഇന്നത്തെ കാലത്ത് അന്തിക്രിസ്തു ആകാൻ സാധ്യതയുള്ളവർ ആരാണ് എന്നതിനെ നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം. ദാനിയേലിന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള വിചിത്രമായ വിവരണത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ദാനിയേൽ പ്രവാചകൻ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. വലിയൊരു കടലിന്റെ മുകളിൽ ഭയങ്കരമായിട്ട് കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് 4 കൂറ്റൻ മൃഗങ്ങൾ കയറി വന്നു. എല്ലാം വ്യത്യസ്തവുമായിരുന്നു. ആദ്യത്തെ മൃഗം ഒരു സിംഹത്തെ പോലെയായിരുന്നു, എന്നാൽ അതിന് കഴുകിന്റെ ചിറകുകൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തേത് വായിൽ 3 വാരിയലുകൾ കടിച്ചു പിടിച്ച ഒരു കരടിയെ പോലെയായിരുന്നു. മൂന്നാമത്തേത് ഒരു പുള്ളിപ്പുലിയെ പോലെയായിരുന്നു. അതിന് പക്ഷികളുടേതുപോലെ 4 ചിറകുകളും 4 തലകളും ഉണ്ടായിരുന്നു. അതെ, ഇതൊക്കെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അങ്ങോട്ടിത് കുറച്ചുകൂടെ വിചിത്രമാകുന്നുണ്ട്. 4ാമത്തെ മൃഗമാണെങ്കിൽ മറ്റുള്ളവയിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ദാനിയേലിന് അതിനെക്കുറിച്ച് വ്യക്തമായി വിവരിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിന് ഇരുമ്പ് കൊണ്ടുള്ള പല്ലുകൾ ഉണ്ടായിരുന്നുവെന്നും അത് ഭയങ്കര ശക്തിയുള്ളതാണ് എന്നും അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അവൻ പറയുന്നുള്ളൂ. ഈ ഓരോ മൃഗങ്ങളും ഈ ഭൂമിയെ ഭരിക്കാൻ പോകുന്ന ഓരോ രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നും 4ാമത്തെ മൃഗത്തിന്റെ കൊമ്പുകൾ ലോകത്തെ മുഴുവൻ ഭരിക്കാൻ പോകുന്ന 10 രാജാക്കന്മാരെയാണ് സൂചിപ്പിക്കുന്നതെന്നും ദാനിയേലിനോട് ദൂതൻ പറഞ്ഞുകൊടുത്തു. അവൻ ആ 10 കൊമ്പുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് അസാധാരണമായ ഒരു കാര്യം സംഭവിച്ചു. ആ കൊമ്പുകൾക്കിടയിൽ നിന്ന് മറ്റൊരു കൊമ്പ്, ഒരു ചെറിയ കൊമ്പ് വളർന്നു വന്നു. അത് വളർന്ന സമയത്ത് അതിന് വളരാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന 10 കൊമ്പുകളിൽ 3 എണ്ണത്തെ പറിച്ചു കളഞ്ഞു. ആ കൊമ്പിന് മനുഷ്യരുടേതുപോലുള്ള കണ്ണുകളും അഹങ്കാരത്തോടെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു വായു ഉണ്ടായിരുന്നു. ഈ ചെറിയ കൊമ്പ് ദൈവജനത്തോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി. ഈ ചെറിയ കൊമ്പ് ഒരു പുതിയ രാജാവിനാണ് സൂചിപ്പിക്കുന്നതെന്ന് ദാനിയേലിനോട് ദൂതൻ പറഞ്ഞുകൊടുത്തു. അവൻ ആദ്യത്തെ 10 രാജാക്കന്മാരിൽ 3 പേരെ കീഴടക്കും. എന്നിട്ട് 3.5 വർഷത്തേക്ക് ലോകത്തെ മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാക്കും. ഈ ലോക ഭരണാധികാരി ദൈവജനവുമായി, അതായത് ഇസ്രായേലുമായി 7 വർഷത്തെ ഒരു സമാധാന കരാറുണ്ടാക്കും. എന്നാൽ അതിന്റെ പകുതി ആകുമ്പോഴേക്കും ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിനും ദൈവജനത്തിനും വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം അവൻ ചെയ്യും. അങ്ങനെ അവൻ സ്ഥാപിച്ച ആ കരാർ അവൻ തന്നെ ലംഘിക്കും. ശരി, ഇപ്പോ ഇതുവരെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. ഒരു ലോകനേതാവ് വരാൻ പോകുന്നു. ആ ചെറിയ കൊമ്പ് ആദ്യം വളരെ നിസ്സാരമായിട്ടാണ് തോന്നിയത്, പക്ഷേ പിന്നീട് എല്ലാം കീഴടക്കി. അതേപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നായിരിക്കും അവൻ വരുന്നത്. രണ്ടാമത്തത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു രാജാവോ പ്രസിഡന്റോ ആയിരിക്കില്ല അവൻ. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ പുടിൻ തുടങ്ങിയ ആളുകളെ നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കാം. മൂന്നാമത്തത്, അവൻ തുടക്കത്തിൽ വളരെ സമാധാനമുള്ള ആളായിട്ടായിരിക്കും തോന്നിപ്പിക്കുന്നത്. മാത്രമല്ല, കാലങ്ങളായി ഓരോ അമേരിക്കൻ പ്രസിഡന്റുമാരും ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം അവൻ ചെയ്യും. മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരും. നാലാമത്തത്, അവൻ ഈ സമാധാന കരാർ 3 വർഷത്തിനു ശേഷം ലംഘിക്കും. ദൈവം വന്ന് അവനെ നശിപ്പിച്ച് യേശുക്രിസ്തുവിനെ രാജാവായി വാഴിക്കുന്നത് വരെയുള്ള അടുത്ത 3.5 വർഷം അവൻ ദൈവജനത്തെ വേട്ടയാടും. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. അന്തിക്രിസ്തുവിനെ കുറിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങളെ ഞെട്ടിക്കും. ദാനിയേൽ പ്രവാചകന് 600 വർഷങ്ങൾക്ക് ശേഷം യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായ യോഹന്നാൻ അപ്പോസ്തലനും
ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതേപോലെ ഒരു ദർശനം ലഭിച്ചു. ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. കുറെ ഞെട്ടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ കണ്ടതിനു ശേഷം കടലിൽ നിന്ന് 7 തലകളും 10 കൊമ്പുമുള്ള ഒരു മൃഗം കയറി വരുന്നത് അവൻ കണ്ടു. ഓരോ കൊമ്പിലും ഓരോ കിരീടമുണ്ടായിരുന്നു. ഇത് 10 രാജാക്കന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ദാനിയേലും പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ഭരിക്കാനും ദൈവമക്കളോട് യുദ്ധം ചെയ്യാനും ഈ മൃഗത്തിന് അധികാരം കിട്ടി. അതും ദാനിയേൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യം 3.5 വർഷത്തേക്ക്. ശരി, ഇത് എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് എന്നത് വ്യക്തമാണ്. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് പുതിയ ചില വിവരണങ്ങൾ കൂടി കിട്ടുന്നുണ്ട്. എതിർക്രിസ്തുവിന് എവിടെ നിന്നാണ് അധികാരം ലഭിക്കുന്നതെന്ന് യോഹന്നാന്റെ ദർശനത്തിൽ പറയുന്നുണ്ട്. അതായത് പിശാചാണെന്ന് പറയപ്പെടുന്ന 7 തലയുള്ള ഒരു ചുവന്ന ഡ്രാഗനിൽ നിന്ന്. ഇതിനിടയിൽ എപ്പോഴോ ഈ മൃഗം കൊല്ലപ്പെടും. പക്ഷേ ഞെട്ടിക്കുന്ന രീതിയിൽ അത് പിന്നെയും ജീവനോടെ തിരിച്ചുവരും. ലോകം മൊത്തം ഇത് കണ്ട് ഞെട്ടും. പിന്നെ ആ പ്രശസ്തമായ മൃഗത്തിന്റെ അടയാളം എന്താണെന്നറിയാവോ? 666 എന്ന നമ്പറാണ്. മൃഗത്തോടുള്ള തങ്ങളുടെ കൂറ് കാണിക്കാനായിട്ട് ആളുകൾ അവരുടെ വലത്തെ കൈയിലോ നെറ്റിയിലോ ഈ അടയാളം പതിക്കേണ്ടി വരും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന റോമൻ ചക്രവർത്തിയായ നീറോയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണമാണ് ഇത് എന്ന് പലരും അവകാശപ്പെട്ടിട്ടുണ്ട്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അവനുമായി യോജിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും അല്ലതാനും. നീറോ ചക്രവർത്തി ഒരിക്കൽ പോലും ലോകത്തെ മുഴുവൻ ഭരിച്ചിട്ടില്ല. പക്ഷേ ഏകദേശം അതിനടുത്ത് വരെ എത്തി. അവൻ ഒരിക്കലും ഇസ്രായേലുമായി 7 വർഷത്തെ സമാധാന ഉടമ്പടി ഉണ്ടാക്കിയിട്ടില്ല. അവൻ ഒരിക്കലും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. മാത്രമല്ല ആളുകളുടെ വലത്തെ കൈയിലോ നെറ്റിയിലോ തന്റെ അടയാളം സ്വീകരിക്കണമെന്ന് അവൻ ഒരിക്കലും ആരെയും നിർബന്ധിച്ചിട്ടുമില്ല. സത്യം പറഞ്ഞാൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആർക്കും തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി യോജിക്കുന്നില്ല. അതിനർത്ഥം ഹിറ്റ്ലറെ പോലെയുള്ള ചരിത്രത്തിലെ ഏകാധിപതികളെയെല്ലാം നാം അന്തിക്രിസ്തു എന്ന ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്നതാണ്. അപ്പോ നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യം ഇതാണ്: എതിർ ക്രിസ്തു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അറിയാൻ പറ്റുമോ എന്നൊക്കെ? അത് മനസ്സിലാക്കാനായിട്ട് 2 തെസ്സലോനിക്കരുടെ പുസ്തകത്തിൽ പറയുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള അവസാനത്തെ വിവരണം നാം നോക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കുന്നത് പ്രധാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? അതായത് ആദ്യകാല സഭയിലുള്ളവർ തങ്ങളുടെ ജീവിതകാലത്തൊരിക്കലും എതിർ ക്രിസ്തുവിനെ കാണാൻ പോകുന്നില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നിട്ടും എന്തിനാണ് അവർ എതിർ ക്രിസ്തുവിനെ കുറിച്ച് അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭാഗ്യവശാൽ 2 തെസ്സലോനിക്കരുടെ പുസ്തകം ഇതിനുള്ള ഉത്തരം നമുക്ക് പറയുന്നുണ്ട്. തെസ്സലോനിക്ക സഭയിൽ വലിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് പൗലോസ് അവർക്ക് അടിയന്തരമായി എഴുതിയ ഒരു ലേഖനമാണിത്. തെസ്സലോനിക്ക സഭയിൽ ചില തെറ്റായ ഉപദേശങ്ങൾ വന്നു. അതായത് യേശുവിന്റെ 2ാമത്തെ വരവ് വന്നു കഴിഞ്ഞു എന്നും ദൈവത്തിന്റെ ന്യായവിധി നേരിടാൻ വേണ്ടി നമ്മെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നുമാണ് കള്ളപ്രവാചകന്മാർ അവരെ പഠിപ്പിച്ചത്. ദൈവം തങ്ങളെ ഉപേക്ഷിച്ചുവെന്ന് വിചാരിച്ച് സഭയിലെ ജനങ്ങളെല്ലാം വലിയ ദുഃഖത്തിലായി. ആ ദുഃഖം എത്രത്തോളം ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ജോലിക്ക് പോകുന്നത് പോലെ നിർത്തി മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലത്തും ഈ കാര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, അല്ലേ? പൗലോസിന്റെ കാലത്തെ പോലെ ഇന്നും പല ക്രിസ്ത്യാനികളും അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ബൈബിൾ തുറന്ന് അതിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നതുമില്ല. അതുകൊണ്ട് പൗലോസ് തെസ്സലോനിക്കയ്ക്ക് എന്താണ് എഴുതിയത് എന്ന് നമുക്ക് നോക്കാം. 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു: ആരും ഒരു വിധത്തിലും നിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. വിശ്വാസത്യാഗം സംഭവിക്കുകയും തുടർന്ന് നിയമരാഹിത്യത്തിന്റെ മൂർത്തിഭാവമായ വിനാശപുത്രൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പ് കർത്താവിന്റെ ദിവസം വരികയില്ല. അതായത് യേശുവിന്റെ 2ാമത്തെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. പൗലോസ് ഈ എതിർക്രിസ്തുവിനെ വിനാശപുത്രൻ എന്നും വിളിക്കുന്നുണ്ട്. പൗലോസ് എതിർക്രിസ്തുവിന് പറയുന്ന വ്യത്യസ്തമായ പേരുകളിൽ ഒന്നാണിത്. ശരി, ഇനി നമുക്ക് എതിർക്രിസ്തുവിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ദൈവം എന്നും ആരാധ്യനെന്നും വിളിക്കപ്പെടുന്ന എല്ലാറ്റിനെയും അയാൾ ഉപരോധിക്കുകയും അവർക്കെല്ലാം ഇതേ സ്വയം ഉയർത്തി തന്നെത്താൻ ദൈവം എന്ന് അവകാശപ്പെട്ട് ദൈവാലയത്തിൽ സ്വയം പ്രതിഷ്ഠിക്കുകയും ചെയ്യും എന്ന് ഈ വാക്യം പറയുന്നു. നിങ്ങൾ 9-ാം വാക്യത്തിലേക്ക് നോക്കിയാൽ അവൻ സാത്താന്റെ ശക്തിയോടെ പ്രവർത്തിക്കുമെന്നും വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ആളുകളെ വഞ്ചിക്കും എന്നും പറയുന്നു. അപ്പോ എതിർക്രിസ്തുവിന്റെ ചില പേരുകളും അവൻ ആരാണ് എന്നുള്ള വിവരണവും നമുക്കിവിടെ കാണാം. എന്നാൽ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാകുന്നത്. ഈ വാക്യങ്ങളിൽ കാണുന്ന പ്രത്യക്ഷപ്പെടും എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഗ്രീക്കിൽ ഈ വാക്കിന്റെ അർത്ഥം കൃത്യമായ ഒരു സമയത്ത് വെളിപ്പെടുക എന്നാണ്. അതേപോലെ ഇവിടെ ഒന്ന് നോക്കിക്കേ, തടഞ്ഞു നിർത്തുന്നവൻ എന്നും തടഞ്ഞു നിർത്തുന്നയാൾ എന്നും പറയുന്നു. ഈ വാക്യങ്ങൾ പറയുന്നത് തടഞ്ഞു നിർത്തുന്നത് എന്താണോ അത് വഴിമാറാതെ പാപത്തിന്റെ മനുഷ്യൻ, അതായത് എതിർ ക്രിസ്തു വെളിപ്പെടില്ല എന്നാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തടയുന്നവൻ എന്നതിലൂടെ ആരെയാണോ അല്ലെങ്കിൽ എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അത് മാറ്റപ്പെട്ടതിനു ശേഷം മാത്രമേ എതിർ ക്രിസ്തു വെളിപ്പെടത്തുള്ളൂ. അപ്പോൾ ഈ തടയുന്നവൻ ആരായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ചിലർ ഈ തടയുന്നവൻ സാത്താൻ തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം സാത്താൻ എന്തിനാണ് തന്റെ തന്നെ ദുഷ്പദ്ധതികൾ തടഞ്ഞു നിർത്തുന്നത്, അല്ലെ?
മറ്റു ചിലർ ലോകത്തിന്റെ സർക്കാരുകളാണ് ഇത് എന്ന് പറയുന്നു. എന്നാൽ സാത്താന്റെ ദുഷ്പദ്ധതികളെ തടഞ്ഞു നിർത്താൻ സർക്കാരുകൾക്ക് അത്രത്തോളം ശക്തിയില്ല എന്ന് നമുക്കറിയാം. ഇതുകൊണ്ടാണ് പല ബൈബിൾ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് ആ തടഞ്ഞു നിർത്തുന്നവൻ എന്നത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. ഭൂമിയിൽ നാശം വിതയ്ക്കാനുള്ള സാത്താന്റെ ദുഷ്പദ്ധതികളെ ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വഴിമാറി കൊടുക്കുന്ന ഒരു ദിവസം വരും. അന്നായിരിക്കും എതിർ ക്രിസ്തു ലോകത്തിന് മുന്നിൽ വെളിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തു ആരാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം വരെ ഇല്ല, അത് സാധ്യമല്ല എന്നതാണ് ഉത്തരം. ചുരുങ്ങിയത് പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റുന്നത് വരെ നമുക്ക് അറിയാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. അതിനർത്ഥം പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ വഹിക്കുന്ന ക്രിസ്ത്യാനികളായ നാം ആ സമയമാകുമ്പോഴേക്കും ഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഒരു പ്രത്യേക വീഡിയോ ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.